قولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين رب اشرح لي صدري ويسر لي أمري. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എൻ്റെ സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ ഖാലിഖായ റബ്ബ് അവൻ്റെ പ്രീതിയിൽ ജീവിച്ച് അവനിലേക്ക് സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ലോകത്ത് ഒരുപാട് ജനങ്ങൾ പട്ടിണി കൊണ്ട് വലയുന്ന കാലഘട്ടമാണ്. എല്ലാ വിധത്തിലും നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോഴും വിശപ്പ് സഹിക്കവയ്യാതെ ജീവിക്കുന്ന ഒരു ജനത നമ്മളുടെ ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നുണ്ട്. മറുഭാഗത്ത് ആർഭാടമായിക്കൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളുമുണ്ട്. വിശപ്പ് സഹിക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പലസ്തീൻ ജനതയാണ്. വേറെയുമുണ്ട്. അതിനു മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വാർത്താമാധ്യമങ്ങളിലൂടെ. സുഡാനിലെല്ലാം, അതുപോലെയുള്ള സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം പട്ടിണി മരണങ്ങൾ നമ്മൾ അറിയുന്നതാണ്. ആർഭാടം അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ മതിമറന്നുകൊണ്ട് ഉള്ള ഒരു ജനതയും നമ്മൾ കാണുന്നുണ്ട്. അടുത്തിടെ ഞാൻ മലബാർ പ്രദേശത്തുള്ള ആളാണ്. വാർത്തയിലെല്ലാം എല്ലാവരും കണ്ടു കാണും. 2 വൃദ്ധ ദമ്പതികളുടെ വിവാഹ വാർഷികം, 50-ാം വിവാഹ വാർഷികം വളരെ ആർഭാടത്തോടുകൂടി, ധൂർത്തിൻ്റെ അങ്ങേയറ്റം, ഒരു കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അതിലുണ്ടായിരുന്നു. ഉപ്പയെയും ഉമ്മയെയും പുതുമണവാളനും മുളവാട്ടിയുമായിക്കൊണ്ട് അണിയിച്ച് സ്റ്റേജിലിരുത്തി അവർ കൈകൊട്ട് പാടുന്നതും അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അന്ന് അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എല്ലാം പലരും കണ്ടു കാണും. അതും നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് സൂക്ഷ്മതയുണ്ടായിരിക്കണം. അതാണ് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. നിങ്ങൾക്ക് ഭൂമിയിൽ അല്ലാഹു തന്നിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഹലാലായതും അതും അനുവദിക്കപ്പെട്ടതും നല്ലതും നിങ്ങൾ കഴിക്കുക എന്ന്. ഹലാലൻ ത്വയ്യിബ എന്ന്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. നിങ്ങൾ പിശാചിൻ്റെ പാതയെ പിൻപറ്റിപ്പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്ന അനുഗ്രഹമാണ് ഭക്ഷണവും വെള്ളവും എന്നത്. പടച്ചറബിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ അത് അനുഭവിക്കുന്നത്. ഉണ്ടായിട്ടും അനുഭവിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അതുകൊണ്ടാണ് ലോക ജനതയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്തിനെ നിങ്ങൾ സ്മരിക്കുക. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അത് വലിയൊരു നിഅമത്താണ്. നമ്മൾക്ക് ഉപജീവന മാർഗം അള്ളാഹു നൽകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു നിഅമത്ത് തന്നെയാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ഏതെങ്കിലും ഒരു സൃഷ്ടാവ് വേറെയുണ്ടോ അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് റിസ്കിനെ തരാൻ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും? അതായത് ആ ചോദ്യം ഞാനല്ലാതെ ആരുമില്ല എന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ വേറൊരു ആരാധ്യനില്ല. നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് അവനാണ് നിങ്ങൾക്ക് ഉപജീവന മാർഗം നൽകുന്നത്, അതല്ലാതെ വേറെ ആരും നിങ്ങൾക്കില്ല തന്നെ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫഅന്നാ തുഫകൂൻ, എന്നിട്ടെന്താണ് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്, പല കേന്ദ്രങ്ങളിലേക്കും പോകുന്നത്, പല ആളുകളെയും സഹായമർത്ഥിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത് എന്ന്? എത്രയോ പാവങ്ങൾ ഭക്ഷണം കഴിക്കാൻ വെള്ളമില്ലാതെ ജീവിക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ സമൂഹത്തിൽ. ചില ആളുകൾക്ക് ഭക്ഷണം കിട്ടിയിട്ട് അത് കഴിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അതാണ് അല്ലാഹു തന്ന നിഅമത്ത്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖ് കൂടി വേണം. നമ്മൾക്കത് കിട്ടിയത് കൊണ്ട് മാത്രമായില്ല. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചു കൂട്ടി ആ സമ്പാദ്യത്തിൽ നിന്നും പിൻഗാമികൾ, മക്കളും പേരമക്കളും എല്ലാവരും ഒരേ ഡൈനിങ് ഹാളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതെല്ലാം സമ്പാദിച്ചു കൂട്ടിയ ആ മനുഷ്യന് ഉപ്പ് വേണ്ട, അതുപോലെ തന്നെ എരിവ് പറ്റില്ല, പുളി പറ്റില്ല, ഏതോ ഒരു കഴിക്കുന്ന ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു പാനീയം, അത് മാത്രമാണ് മനുഷ്യന് കുടിക്കാനുള്ള തൗഫീഖ്. അങ്ങനെ എത്രയോ പേരുണ്ട്. പണ്ടാരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു, അന്ന് എനിക്ക് ഭക്ഷണം കിട്ടിയില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് സമൃദ്ധമായ എൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, പക്ഷേ അതിപ്പോൾ എനിക്ക് കഴിക്കാൻ കഴിയുന്നുമില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അവസ്ഥകളാണ്. അതുപോലെ തന്നെ പടച്ചിറപ്പ് നമ്മൾക്ക് തന്ന അനുഗ്രഹമാണ് വെള്ളം. ഈ വെള്ളത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഈ വെള്ളത്തിൻ്റെ ഉറവയെ, ഈ വെള്ളം നിങ്ങൾക്ക് ഞാൻ സുഭിക്ഷമായി തരുന്ന ഈ വെള്ളം, ഇതിനെ ഞാൻ അങ്ങോട്ട് ഉയർത്തിക്കളഞ്ഞാൽ അല്ലെങ്കിൽ നിർത്തിവെച്ചാൽ ആരുണ്ട്? ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, വെള്ളത്തിൻ്റെ ഒരു സംഭരണി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ, ജലം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ എല്ലാം അർത്ഥം അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാണ്. സൂറത്തുൽ വാഖിയയിൽ ചെറിയ 2-3 ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്. സൂറത്ത് വാഖിയയിൽ 68, 69, 70 ആയത്തെടുത്ത് നോക്കിയാൽ കാണാം, അഫ്റഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കുടിക്കുന്നു, കുളിക്കുന്നു, എല്ലാം ലാവിഷായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ആ വെള്ളത്തെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, എന്നിട്ട് ചോദിക്കുന്ന അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, അത് മേഘപാളികളിൽ നിന്നും നാം ആണോ ഇറക്കിത്തരുന്നത്, നിങ്ങളാണോ? 1400 വർഷം മുമ്പ് അള്ളാഹു ചോദിക്കുന്നു, അത് മേഘത്തിൽ നിന്നും നിങ്ങൾക്ക് വർഷിപ്പിച്ച് തരുന്നത് നാം ആണോ അല്ല നിങ്ങളാണോ എന്ന്. നമ്മൾക്കറിയാം, അടുത്ത കാലത്ത് മേഘത്തിലൂടെ മഴയെല്ലാം പെയ്യിക്കാനുള്ള ഒരു സംരംഭമെല്ലാം അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേണ്ട പോലെ വിജയിച്ചില്ല എന്ന് നമ്മൾക്കറിയാം. എവിടെയോ ആ മേഘം കാറ്റിൽ നമ്മൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ആ മഴ പെയ്യാതെ വേറെ എവിടെയാണ് പോയി വർഷിച്ചത്. മനുഷ്യൻ്റെ ദൗർബല്യമാണത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചോദിക്കുന്നു, നാം അല്ലാതെ വേറെ ആരാണ് നിങ്ങൾക്കത് തരാനുള്ളത്? എന്നിട്ടും അള്ളാഹു ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത ചവർപ്പുള്ള കയ്പുള്ള പാനീയമാക്കി മാറ്റുമായിരുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലയോ? വെള്ളത്തെ, നിസാരം വെള്ളത്തെ പറ്റി ചോദിച്ചിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലയോ? അള്ളാഹു തന്ന നിയമത്തിന് നമ്മൾ നന്ദി കാണിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലയർള അനിൽ അബ്ദി
അൻ യഅകുലൽ അഖലത ഫയഹ്മദുഹു അലൈഹ, ഒരു അടിമ അവന് കൊടുത്ത ഭക്ഷണത്തിന് നന്ദി കാണിക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് ധാരാളമായി അവനെ തൃപ്തിപ്പെടുമെന്നാണ്. അതുപോലെ തന്നെ ഔ യശ്റബ ശർബത ഫയഹ്മദുഹു അലൈഹ, അവൻ കുടിക്കുന്ന പാനീയത്തിന് നന്ദി കാണിച്ചാൽ പടച്ച റബ്ബ് അവനോട് അത്യധികം തൃപ്തിപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് നാം നൽകിയ നിഅമത്തിൽ എന്നെ നിങ്ങൾ സ്മരിക്കുക. അള്ളാഹു പറഞ്ഞുവല്ലോ വദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിക്കുക, ഞാൻ നിങ്ങളെയും സ്മരിക്കുമെന്ന്. ഇന്ന് ഭക്ഷണമെല്ലാം ലാവിശായി ഉപയോഗിക്കുകയാണ്. ദൂർത്തിൻ്റെ അങ്ങേയറ്റമാണ് ചില കല്യാണങ്ങളിലെല്ലാം പോയാൽ. നമ്മുടെ സമുദായത്തിലെ ആളുകളുടെ കഥയാണ്. മലബാർ ഏരിയകളുണ്ട്, ഈ ഭാഗത്തെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ആ കല്യാണത്തിന് ചില പേരുകളൊക്കെ ഉണ്ട്. മഞ്ഞ കല്യാണം, പച്ച കല്യാണം എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് 2-3 ദിവസമെല്ലാം ഇസ്ലാം അനുവദിക്കാത്ത കൊട്ടും മേളവും അതുപോലെയുള്ള കേക്ക് മുറിക്കലും പിടക്കം പൊട്ടിക്കലും അങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഒരു കല്യാണത്തിന്, എന്തെല്ലാം അവിടെ ഒരു പൂരം നടക്കുന്നത് പോലെയാണ് ഇപ്പോൾ കല്യാണമെല്ലാം കണ്ടാൽ. ഭക്ഷണമെല്ലാം അങ്ങനെയാണ് അവിടെ ദുർവ്യയം ചെയ്യുന്നത്. എത്രയോ ലളിതമായി നമ്മൾ നടത്തേണ്ട ഒരു സുന്നത്ത്, ഏറ്റവും ലളിതമായ വിവാഹത്തിന് അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൂടുതലുണ്ടാകുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയത്. വളരെ ലളിതമായി നടത്തേണ്ടത്. ആളുകളെ വിളിക്കണം, വലീമ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. പക്ഷെ അതിനെല്ലാം പരിമിതിയുണ്ട്. അതാണ് കുലു വഷ്റബു എന്ന് പറഞ്ഞിടത്ത് വലാ തുസ്രിഫു, നിങ്ങൾ ദുർവ്യയം കാണിക്കരുത്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അള്ളാഹു ദുർവ്യയം കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്ന്. ഇന്ന് ഭക്ഷണം ലോകാടിസ്ഥാനത്തിൽ തന്നെ ഉള്ള കണക്കെടുത്ത് നോക്കിയാൽ 100 കോടി ടണ്ണിലധികം ഭക്ഷണം പാഴാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓരോ കണക്കുകൾ എടുക്കുമ്പോൾ, ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതുമായുള്ളൊരു പഠനം നടത്തുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. 100 കോടി ടണ്ണിലധികം ഭക്ഷണമാണ് പാഴാക്കി കളയുന്നത്. അതുപോലെ തന്നെ അത് $1,00,000 കോടി മൂല്യം വരും എന്നുള്ളതാണ്. ഓരോ വർഷവും അത് കണക്കൂട്ടി നോക്കിയാൽ 80 ലക്ഷം പേർ ലോകമെമ്പാടും വിശപ്പ് സഹിക്കവയ്യാതെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. 80 കോടി ജനങ്ങൾ. UN റിപ്പോർട്ട് ചെയ്ത ഒരു കണക്ക് പ്രകാരം ഒരു വ്യക്തി ശരാശരി 55 കിലോ ഭക്ഷണം ഓരോ വർഷവും പാഴാക്കി കളയുന്നു എന്നാണ്. അത് 7 കോടി ടൺ ഒരു കൊല്ലത്തിൽ ആ കണക്ക് വരും എന്നാണ് പറയുന്നത്. 7 കോടിയേക്കാൾ കൂടുതൽ. അതുപോലെ തന്നെ ഇന്ത്യയാണ് 20 കോടി പോഷകക്കുറവുള്ള ജനസംഖ്യയുള്ള രാജ്യം എന്നാണ്. 20 കോടി ജനങ്ങൾ. അതും ലോകത്ത് 4-1 ഒന്നാമത്തെ സ്ഥാനം, ബാക്കി 3 മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം. അത്രയും ഇന്ത്യയിൽ വിശപ്പ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോഷകാഹാര കുറവ് മൂലം ജീവിക്കുന്നവരും മരണപ്പെടുന്നവരുമുണ്ട് എന്നാണ്. 2023 ഒരു കണക്ക് പ്രകാരം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ സൂചിപ്പിക്കപ്പെട്ടത് ഇന്ത്യ 125-ൽ 111 സ്ഥാനത്താണ്. പട്ടിണിയുള്ള ജനങ്ങളുടെ കണക്ക് വെച്ച് നോക്കിയപ്പോൾ ആ ഇന്ത്യയിൽ തന്നെയാണ് 5000 കോടി രൂപ ചിലവഴിച്ച് വിവാഹങ്ങൾ നടത്തുന്ന കോർപ്പറേറ്റ് മുതലാളിമാരുമുള്ളത്. ആ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന കാറുകളും വാച്ചുകളും വീടുകളും സമ്മാനം കൊടുക്കുന്ന മറ്റ് കോർപ്പറേറ്റ് മുതലാളിമാർ ഈ പട്ടിണിപ്പാവങ്ങളുള്ള നമ്മളുടെ ഈ നാട്ടിൽ. അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ ദുർവ്യയം കാണിക്കരുത് എന്ന് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത്. അവിടെ സത്യവിശ്വാസികൾ അവിടെ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ മേഖലയിലും നമ്മളത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്തും നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമാണ് നമ്മൾ കഴിക്കേണ്ടത്. എവിടെയും പോയാൽ എന്തും കിട്ടുമെന്ന് കണക്കാക്കി, കല്യാണത്തിനാകട്ടെ മറ്റുള്ള ഫംഗ്ഷനുകളിലാവട്ടെ
നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നത് അത് ദുർവ്യയമാണ്. മദീനയിലെ ഒരു സംഭവം ചരിത്രത്തിൽ കാണാം. ഒരു മരുന്ന് കച്ചവടക്കാരൻ മദീനയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മരുന്നൊന്നും വിറ്റുപോകുന്നില്ല. അദ്ദേഹം കുറച്ച് നാളെല്ലാം അവിടെ ചുറ്റിക്കറങ്ങി നടന്നു. അദ്ദേഹം ചോദിച്ചു, ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ലേ? അസുഖമുള്ള ആളുകൾ വളരെ കുറവാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും, വിശപ്പ് തീർന്നാൽ ഞങ്ങൾ ഭക്ഷണം നിർത്തും. നമ്മളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മൾക്ക് തന്ന ആ നിഅമത്തിനെ നമ്മൾ ദുർവിനിയോഗം ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് പലസ്തീൻ ജനത അനുഭവിക്കുന്ന കഷ്ടതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴും അൽഹംദുലില്ലാഹ് നമ്മൾ ചില സമാധാനത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങുന്നുണ്ട്. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ജൂതന്മാരുടെ കരാറാണ്. ചരിത്രത്തിലെന്നും ജൂതന്മാർ കരാറുകൾ ലംഘിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും കൈമാറുമ്പോൾ പലസ്തീനികളെ കൈമാറുന്നത് മൃതദേഹമാണ് എന്ന് നമ്മൾ റിപ്പോർട്ടുകളിൽ കാണാം. കൊടുക്കുന്ന മൃതദേഹത്തിൻ്റെ ഉള്ളിൽ, മയ്യത്തിൻ്റെ ഉള്ളിൽ ബോംബ് വെച്ച് പൊട്ടിക്കുന്നത് നമ്മളെല്ലാം വാർത്താ മീഡിയയിലെല്ലാം കാണുന്നതാണ്. അവർ ആ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടായിരിക്കാം ചില മാറ്റങ്ങളെല്ലാം കാണുന്നുണ്ട്. അത്രയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളടുത്ത് ഒരു സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മളെല്ലാം മിക്കവാറും കണ്ടു കാണും. കാരണം നമ്മളുടെ കയ്യിലെല്ലാം ഇന്ന് അത് ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. പലസ്തീനിൽ ഒരു ഖത്തീബ് മിമ്പറിൽ കയറിയിട്ട് ഖുത്ബ തുടങ്ങിയത് എങ്ങനെയാണ്? അദ്ദേഹം കയറി നിന്നു. ആ ഖുത്ബയെ പറ്റി പറയുന്നത് അക്സർ ഖുത്ബത്തുൽ ആലമിയ എന്നാണ്. അക്സർ ഖുത്ബത്തുൽ ആലമിയ, ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുത്ബ, ഏറ്റവും ഷോർട്ട് ഖുത്ബ. അദ്ദേഹം കയറി നിന്ന് അദ്ദേഹം പറഞ്ഞു, അന ലാ അഖ്ദിറു അലൽ ഖുത്ബത്തി ബിജൂ, വിശപ്പ് കൊണ്ട് എനിക്ക് ഖുത്ബ നടത്താൻ സാധിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അൻതും ലാ തസ്തതിഊന ലിസ്തിമാഅ ബിൽജൂ, വിശപ്പ് കൊണ്ട് നിങ്ങൾക്കും ഖുത്ബ കേൾക്കാൻ സാധ്യപ്പെടുകയില്ല. എനിക്കറിയാം നിങ്ങൾ വിശപ്പിൻ്റെ കാഠിന്യത്തിലാണ്, എനിക്കും വയ്യ. അതിനാൽ അഖിമിസ്സലാ, നമ്മൾക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമസ്കാരം തുടരുകയാണ്. ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് ഖുത്ബ തുടങ്ങിയത്. വിശപ്പെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ നോമ്പ് നോറ്റ് ഒരു ചെറിയൊരു വിശപ്പ് അറിയുന്നു എന്നല്ലാതെ നമ്മൾക്ക് എന്ത് വിശപ്പാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്? ആ വിശപ്പ് തന്നെ അത്താഴം കഴിച്ച് ഒരു ലോഹർ വരെയും ഉള്ള അത് നമ്മൾ സംഭരിച്ചിട്ടുണ്ടാവും നമ്മളുടെ വയറ്റിൽ. വിശപ്പ് തുടങ്ങുന്നത് ഒരു പക്ഷേ ലോഹറിന് ശേഷം മഗ്‌രിബ് വരെയുള്ള ചെറിയൊരു സമയം മാത്രമാണ്. അത് വിശപ്പാണോ? സത്യത്തിൽ നമ്മൾ വിശപ്പ് സഹിക്കുന്നുണ്ടോ? സുന്നത്ത് നോമ്പുകളെല്ലാം നമ്മളൊന്ന് എടുത്തു നോക്കണം. കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മുഅക്കദായ സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് കാണിച്ചു തന്നതാണ്, നമ്മളെ പ്രോത്സാഹിപ്പിച്ചതാണ്. ആ സുന്നത്തുകൾക്കൊന്നും ക്യാമ്പയിനൊന്നും നടത്താറില്ല. ഇല്ലാത്ത സുന്നത്തുകൾക്കാണ് ആളുകൾ സ്റ്റേജും പേജും മൈക്കും എല്ലാം ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇടയ്ക്ക്, അതും ആഴ്ചയിൽ ഒരു ദിവസം, അത് നമുക്ക് ശാരീരികമായും ആത്മീയമായും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നാൽ അവർ ഇന്നും വിശപ്പ് സഹിക്കവയ്യാതെ ജീവിക്കുന്ന ഒരു സമൂഹം അവിടെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അൽ ജസീറ ചാനലിൽ അടുത്ത കാലത്ത് വന്നു, കുറച്ച് കല്ലുകളെല്ലാം പറക്കിയെടുത്ത് ഒരു യുവാവ് ലോകമാധ്യമത്തോട്, ലോക പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ്, ഈ കല്ലിൽ ഏത് കല്ലാണ് ഞങ്ങൾ വയറ്റിൽ വെച്ച് കെട്ടേണ്ടത് എന്ന്. അള്ളാഹു ആ അവസ്ഥയിൽ നിന്നെല്ലാം അവരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾക്കും അതുപോലെയുള്ള അവസ്ഥ വരുന്നതിന് തൊട്ട് റബ്ബ് നമ്മളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. കാരണം ഖന്തക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ് സഹിക്കവയ്യാതെ സഹാബാക്കളും കല്ല് വെച്ച് കെട്ടിയ ഒരു സംഭവം നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് ഖുതുബകളും എല്ലാം കേൾക്കുന്നവരാണല്ലോ നമ്മൾ. വിശപ്പ് സഹിക്കവയ്യാതെ പ്രവാചകൻ കല്ല് വയറ്റിൽ വെച്ച് കെട്ടിയിട്ടുള്ള സംഭവമുണ്ട്. അത് ആ സംഭവം ഞങ്ങൾക്കറിയാം, പക്ഷേ എങ്ങനത്തെ കല്ലാണ് വേണ്ടത് എന്ന് ആ ചെറുപ്പക്കാർ ചോദിക്കുകയാണ് ലോക പണ്ഡിതന്മാരോട്, ആലിമീങ്ങളോട്. ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു.
അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രവാചക വചനം നമ്മൾക്കറിയാം. അതുകൊണ്ടായിരിക്കാം ഒരു ഈജിപ്ഷ്യൻ യുവാവ് കുറേ ബോട്ടലുകളുണ്ടാക്കി ആ ബോട്ടലിൽ കുറേ ഭക്ഷണമെല്ലാം ശേഖരിച്ച് കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് അതേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്ന നിഅമത്ത്, ആ നിഅമത്തിനെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, സമാധാനത്തോടു കൂടി പള്ളിയിലേക്ക് വരുന്നു, നമസ്കരിക്കുന്നു. ഇതെല്ലാം റബ്ബ് തന്ന നിഅമത്താണ്. ഒരു നിമിഷം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതെല്ലാം എടുത്തു മാറ്റാനും സാധിക്കും. നമ്മൾ പറഞ്ഞുവല്ലോ, ഉണ്ടായിട്ട് പോലും നമ്മൾക്കത് കഴിക്കാൻ സാധ്യപ്പെടാത്ത ആളുകൾ. നമ്മൾക്കറിയുന്ന ചില സുഹൃത്തുക്കളെ, കിഡ്നി രോഗം ബാധിച്ച ആളുകൾ, അവർക്ക് വെള്ളം പോലും കുടിക്കാൻ സാധ്യമല്ല. എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. അവരുടെ വീട്ടിലേക്ക് ചിലപ്പോൾ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് നമ്മൾക്ക് വല്ല ജ്യൂസോ മറ്റോ തരുമ്പോൾ കുടിക്കുന്ന നമ്മൾക്കൊരു പ്രയാസമാണ്. കാരണം ആ മനുഷ്യൻ അത് കഴിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അള്ളാഹു തന്ന ആ നിഅമത്ത് അത് നിലനിർത്താനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനെ സ്മരിക്കേണ്ടതുണ്ട്. അത് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു ചെയ്തു തന്ന നിഅമത്ത് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം മാത്രം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം, അതുകൂടി പറയുമ്പോഴേ നമ്മളുടെ ഈ ഖുത്ബ പൂർത്തിയാവുകയുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം, ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശപ്പ് സഹിക്കവയ്യാതെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിലൊന്നും കിട്ടാനില്ല. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കൾ ഈ സമയത്ത്? അദ്ദേഹം പറഞ്ഞു, വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ്, വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്, അസ്വസ്ഥത കൊണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. കുറച്ചങ്ങ് പോയപ്പോൾ ഒരാളെ കണ്ടു, കുറച്ച് ദൂരം. അടുത്തെത്തിയപ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങൾ പുറത്തേക്ക് വന്നത്? അവർ അവരുടെ കാര്യം പറഞ്ഞു. തിരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, എന്താണ് പ്രവാചകരെ താങ്കൾ ഈ സമയത്ത്? പ്രവാചകൻ പറഞ്ഞു, ആന വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, മാ അഖ്റജനി ഗൈറു, ഇതല്ലാതെ എന്നെയും എന്നെ പുറത്താക്കിയിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള കാരണവും നിങ്ങൾ രണ്ടുപേരുടെ ആ പ്രശ്നം തന്നെയാണ്. ഫഖൂമാ, അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കൂ, നമ്മൾക്ക് എവിടെയെങ്കിലും അന്വേഷിച്ച് പോകാം. അവർ നേരെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം തോട്ടത്തിലായിരുന്നു. അങ്ങനെ അദ്ദേഹം എത്തിയ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വന്നു. തോട്ടത്തിൽ നിന്നും കുറേ പച്ച ഈത്തപ്പഴവും പഴുത്തതും അങ്ങനെ കുറച്ച് കായ്ക്കനികളെല്ലാം പറിച്ചെടുത്ത് പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നു. പ്രവാചകനോട് പറഞ്ഞു, ഭക്ഷണം ഞാൻ തയ്യാറാക്കിക്കൊള്ളാം. ഭാര്യയോട് പറഞ്ഞു, നീ അവർക്ക് റൊട്ടി ഉണ്ടാക്കണം, ഞാനൊരു ആടിനെ അറുത്ത് കൊണ്ടുവരാം. പ്രവാചകൻ പറഞ്ഞു, നല്ല കാര്യം തന്നെ, കറവയുള്ള ആടാകരുത് എന്ന് മാത്രം. അങ്ങനെ ഭക്ഷണമെല്ലാം പാകം ചെയ്തു അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അബൂ അയ്യൂബേ, എൻ്റെ മകൾ ഫാത്തിമ കുറേ നാളായി ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ട്, റൊട്ടിയും മാംസവും എല്ലാം ചേർത്ത് അവൾ ഭക്ഷിച്ചിട്ട്, ഇതിൽ കുറച്ച് നീ
അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ പ്രവാചകൻ ഒരു റൊട്ടിയിൽ കുറച്ച് മാംസമെല്ലാം പൊതിഞ്ഞ് മകൾക്ക് കൊടുത്തയക്കുകയാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾക്ക്. റഹ്മത്തുൽ ലിൽ ആലമീനായ പ്രവാചകന്, അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബിന്. എന്നാൽ ഇവിടെ നിമിഷ നേരം കൊണ്ട് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ആളുകളുണ്ട്. എല്ലാം സാധ്യപ്പെടും എന്ന് പറയുന്ന സിദ്ധന്മാരും ഔലിയാക്കന്മാരും തങ്ങന്മാരുമുള്ള നാടുകളാണിത്. അത് വിശ്വസിക്കുന്ന ഒരു ജനതയുമുണ്ട്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ മകൾ ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസിൽ കാണാം, ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞ് 40 ദിവസത്തിലേറെയായി ഉറുമ്പുകൾ കൂടുകൂട്ടുമായിരുന്നു എന്നാണ്. ആരുടെ വീടാണതെല്ലാം? ആരെ പറ്റിയാണ് ഈ പറയുന്നതെല്ലാം? പ്രവാചക പത്നിമാരെ പറ്റി, മക്കളെ പറ്റിയെല്ലാം. അങ്ങനെ ആ ഭക്ഷണമെല്ലാം സുഭിക്ഷമായി കഴിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. എന്താണ് പ്രവാചകരെ താങ്കൾ കരയുന്നത്? സഹാബാക്കൾ ചോദിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ കരയുകയാണ്, സന്തോഷിക്കുകയല്ല. ഹദീസിൽ കാണാം, വദമിഅത് ഐനാ, കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് ഞാൻ സത്യം. ഇന്ന ഹാദാ ലഹുവ നഈമുൽ ലദീ തുസ്അലൂന അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ നിങ്ങൾക്ക് നൽകുന്ന നിഅമത്തിനെ പറ്റി ഞാൻ ചോദ്യം ചെയ്യുമെന്ന്. ആ നിഅമത്താണ് കേട്ടോ അബൂബക്കറെ ഇത്, ആ നിഅമത്താണ് ഉമറെ ഇത്. അള്ളാഹു നമ്മൾക്ക് തന്ന നിഅമത്ത് ചോദ്യം ചെയ്യുമെന്ന്. നമ്മൾക്കറിയാം, സൂറത്ത് തകാസുറിൽ അൽഹാക്കുമു തകാസുർ ചെറിയ ഒരു സൂറത്താണ്. അതിൻ്റെ അവസാന ഭാഗം കാണാം, ലതറവുന്നൽ ജഹീം, നരകത്തെ നാം നിങ്ങൾക്ക് കാണിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ലതറവുന്ന എന്നാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എന്നിട്ട് നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ പറ്റി നിങ്ങളോട് ഞാൻ ചോദിക്കും. നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ പറ്റി അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ് ആ സംഭവത്തിൽ പ്രവാചകൻ പറയുന്നു, അബൂബക്കറെ, ഉമറെ, ഇന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ അനുഗ്രഹമുണ്ടല്ലോ, ഇതിന് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ കരയുന്നത്. നമ്മളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുക. എന്തെല്ലാം നിഅമത്തിന് നമ്മൾ മറുപടി പറയണം? എന്തെല്ലാം നിഅമത്തുകൾ നമ്മോട് ചോദ്യം ചെയ്യും? നമ്മളുടെ ശാരീരികമായിട്ടുള്ളത് പോകട്ടെ, ആന്തരിക അവയവങ്ങൾ, അതുപോലെ നമ്മൾക്ക് തന്നിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, വീട്, വാഹനം, കുടുംബം, സന്താനങ്ങൾ, നമ്മൾ ഓരോ നിമിഷവും നമ്മൾ കഴിക്കുന്നത്, ഇന്ന് രാവിലെ നമ്മൾ ഭക്ഷിച്ചതിനെപ്പറ്റി അള്ളാഹു ചോദ്യം ചെയ്യുമെന്നാണ് ഈ ആയത്ത് നമ്മെ സൂചിപ്പിക്കുന്നത്. അത് ഓർത്തിട്ടാണ് പ്രവാചകൻ പൊട്ടിക്കരഞ്ഞത്. അതിൻ്റെ ഗൗരവം പ്രവാചകൻ മനസ്സിലാക്കി, നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒന്ന് അൽഹംദുലില്ലാ പറയാൻ പോലും നമ്മൾക്ക് മടിയാണ്. ഭക്ഷണം കഴിച്ചാൽ ഒരു അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, യാതൊരു ശക്തിയും യാതൊരു കഴിവുമില്ലാതെ എനിക്ക് ഈ ഭക്ഷണം തന്ന റബ്ബേ, എവിടെയോ കടലിൽ കിടന്നിരുന്ന മത്സ്യം, എവിടെയോ കിടന്നിരുന്ന അരി, ഏതെല്ലാമോ മരങ്ങളിൽ നിന്നും പറിച്ചെടുത്ത കായ്ക്കനികൾ, അതെല്ലാം ഇതാ എൻ്റെ ടേബിളിൽ, എൻ്റെ ഡൈനിങ് ഹാളിൽ നീ എത്തിച്ചു തന്നിരിക്കുന്നു. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, ഒരു കഴിവുമില്ലാതെ എനിക്കതിനൊന്നും പ്രയാസപ്പെടേണ്ടി വന്നില്ല. അത് തന്ന റബ്ബേ നിനക്ക് നന്ദി, നിനക്ക് ഞാൻ സ്തുതി അർപ്പിക്കുന്നു. എത്ര പേർ നമ്മൾ നന്ദി അർപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുന്ന അടിമകളോട് ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടും എന്ന് നമ്മെ പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് തന്ന നിഅമത്ത് നമ്മൾ ഓർക്കുക. അത് വലിയൊരു സൗഭാഗ്യമാണ്. അത് നിലനിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. പോഷകാഹാരമില്ലാതെ എത്രയോ കുഞ്ഞുങ്ങൾ പലസ്തീനിൽ തന്നെ മരണപ്പെട്ടത് നമ്മൾക്കറിയാം. ഒരു കുഞ്ഞ് മരിച്ചത് ഉമ്മയ്ക്ക് മുലയൂട്ടാൻ അവരുടെ മാറിടത്തിൽ പാലില്ലാത്തത് കൊണ്ടാണ് എന്നാണ്. ആ കുഞ്ഞിൻ്റെ പേര് ഇതിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ എഴുതി വെച്ചു. യൂസുഫ് അൽ സഅദി എന്ന് പറയുന്ന ഒരു കുട്ടിയെ പറ്റിയാണ് ആ പറഞ്ഞത്. ആ കുട്ടി മരണപ്പെടാൻ കാരണം പാലൂട്ടാൻ ഉമ്മക്ക് മുലപ്പാലില്ല.
ഇങ്ങനെ ഒരു അവസ്ഥ എല്ലാം നമ്മൾക്ക് വന്നിട്ടുണ്ടോ? എല്ലും തോലുമായിക്കൊണ്ട് എത്ര എണ്ണം മരണപ്പെട്ടു പോയി? എത്ര പേർ? 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ആ കുഞ്ഞ് 4 കിലോ ആയിരുന്നു എന്നാണ് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടിയെപ്പറ്റി വാർത്തയിൽ വന്നത്. അതുകൊണ്ട് അള്ളാഹു തന്ന നിഅമത്തിനെ നമ്മൾ ഓർക്കുക, അവൻ തന്ന നിഅമത്തിന് നമ്മൾ ശുക്ർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് നിഅമത്ത് കിട്ടുന്നത് പോലെ നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. ഗസയിലെ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോക ജനതയ്ക്ക് വേണ്ടി, അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ പട്ടിണി പാവങ്ങൾക്കും, അങ്ങനെ ദുരിതം അനുഭവിക്കാൻ കാരണക്കാരാകുന്ന ഒരുപാട് കോർപ്പറേറ്റ് മുതലാളിമാർ, രാഷ്ട്ര തലവന്മാർ എല്ലാവരുമുണ്ട്. അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ആ അള്ളാഹു നൽകിയ നിഅമത്ത് അവർ തടഞ്ഞു വെച്ചതിനെ ആ പാവങ്ങൾക്ക് തിരിച്ചു കിട്ടുവാനും നമ്മൾ പ്രാർത്ഥിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ നിഅമത്തിന് നന്ദി കാണിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. തന്ന നിഅമത്ത്, നമ്മൾക്ക് അള്ളാഹു അനുഗ്രഹിച്ച് തന്ന ഈ നിഅമത്ത് എന്നെന്നും നിലനിൽക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഠിനമായ രോഗം കൊണ്ടും അതുപോലെയുള്ള അപകടങ്ങൾ കൊണ്ടും അപകട മരണങ്ങൾ കൊണ്ടും അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ, ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പലസ്തീൻ ജനതയ്ക്ക് നമ്മളൊരു ആശ്വാസം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് കൂടുതൽ ആശ്വാസത്തിലേക്ക് നീങ്ങുകയും സമാധാനപൂർവ്വമായി ആ രാജ്യത്ത് സ്വസ്ഥതയോടുകൂടി ഇബാദത്ത് ചെയ്യുവാനും ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തുവാനും അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവരെയും അതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന പീഡിതരായ ആളുകളെയും അള്ളാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അദില്ല ശിർക വൽ കുഫാറ വൽ മുശ്രിക്കീൻ, അല്ലാഹുമ്മ ദമ്മിർ അഅദാക വഅഅദാഅൽ ഇസ്ലാം, അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. കൂട്ടത്തിൽ ഇന്ന് നമ്മൾക്ക് പള്ളിയുടെ കലക്ഷൻ്റെ ദിവസമാണ്. അതുകൊണ്ട് സാധ്യമാവുന്നത്ര പള്ളി പരിപാലനത്തിന് പല ആളുകളും ശാരീരികമായി ചെയ്യുന്ന ആളുകളുണ്ട്, രാവും പകലും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ ജോലി കാരണം അതിന് സമയം കിട്ടിയെന്ന് വരില്ല, ഒരുപാട് തിരക്കുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ അതിന് സഹകരിക്കുക. സാധ്യപ്പെടാത്തവർ അള്ളാഹു തന്ന നിഅമത്തിൽ നിന്ന് അൻഫിഖൂ മിമ്മാ റസഖ്നാക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. പള്ളി പരിപാലനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു സദഖയാണ്, ഒരു ദാനധർമ്മമാണ്. അത് അള്ളാഹു, നമ്മൾക്കറിയാമല്ലോ, അള്ളാഹു അതൊരു ഒരു ഒട്ടകക്കുട്ടിയെ വളർത്തിയെടുക്കുന്നത് പോലെ വളർത്തിയെടുക്കും. എല്ലാ ദാനധർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടിയുള്ള ദാനധർമ്മം. അത് നമ്മൾ മറക്കാതിരിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി.